എന്താണോ കിട്ടുന്ന ചാവൊക്കെ കൊടുക്കുക, അതൊക്കെ കൊടുക്കുക. അപ്പോൾ എന്താണ് നമ്മളെ പരിപാടി? നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനം. അതേപോലെ തന്നെ ഇതിനടുപ്പ് കെട്ടി കൊടുത്തിട്ട് കൂവ, തുളസി, പനി. അപ്പോൾ ഇതട്ടോ നമ്മൾ കുറച്ചൊക്കെ പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതട്ടോ നമ്മൾ കുറച്ചൊക്കെ പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. നാടൻ കോഴിമുട്ട, താറാമുട്ട, ആ സാധനം ഇതേപോലെ ജീരകം, കുരുമുളകൊക്കെ ഇട്ടിട്ടേ എന്താ തണുപ്പ് കാലത്ത് ഇതേപോലെ അങ്ങോട്ട് കഴിച്ചാൽ രാവിലെ ബെസ്റ്റ് സാധനം. രസമുണ്ടോ? സൂപ്പറാ അത്ര കൊര കപ്പൊക്കെ ഇട്ട് അങ്ങനെയുള്ള ഒരുപാട് പരിപാടിക്ക് നല്ല സാധനം കേട്ടോ. പച്ചയും കുട്ടിയോളും. അപ്പോൾ അതാണ് പരിപാടി. നമുക്ക് അതിലെന്തൊക്കെ ചേർക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള പൂളത്തറി കൊണ്ട് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് പല ആളുകൾക്കും ഒരു ചോദ്യം ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ആദ്യം എന്നൊരു തറിയെടുത്ത് ഇപ്പോൾ നമ്മളെ കുറച്ച് ജീവികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കണം കേട്ടോ. അത് ഞങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ വീഡിയോസ് കൂടും. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ട വീഡിയോസ് നമുക്ക് എന്തായാലും ആദ്യം കാണാം. അപ്പോൾ നമുക്ക് അതിന് ഏറ്റവും പരമാവധിയുള്ള കുഞ്ഞാപ്പീനെ എടുക്കാം. പപ്പായ എന്താണോ കിട്ടുന്ന ചാവൊക്കെ കൊടുക്കുക. ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടുകാർക്കും നമ്മളെ വീട്ടിലെ മറ്റുള്ള ജീവികൾക്കും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ന് ചെയ്തിരുന്ന ആരും മേടിച്ചിട്ടേ കൊടുക്കാൻ നിൽക്കണ്ട. ഉള്ളതുണ്ടെങ്കിൽ കൊടുത്താൽ മതി. വെറുതെ കളയാത്തതൊക്കെ കൊടുക്കുക. ചേന നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മളെ വിൽപ്പനക്കൊന്നും ഇല്ല. ചേന ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടിലത്തെ നമ്മളെ കേക്കല് അതേപോലെ ഇവർക്കൊക്കെ കൊടുക്കല്. ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ കൊടുക്കുക. അപ്പോൾ നല്ല ഗ്രോത്തിൽ വരും. ആരും ഇത് പൈസ കൊടുത്തിട്ട് മേടിച്ചു കൊടുക്കണ്ട. അപ്പോൾ എന്താണ് നമ്മളെ പരിപാടി? നമ്മൾ എന്തായാലും ഇതേപോലെ ഒരു ബക്കറ്റ് കൊണ്ട് കൊട്ടണോ. ഇതേ ഒരു നേരം നമ്മളേ കഴിച്ചില്ല. അപ്പം അതിൻ്റെ കുറച്ച് ബാക്കിയുള്ള കേട്ടോ. അരി, ഗോതമ്പ്, കടല, പരിപ്പ്, പയറ് എന്ന് പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനം. അതേപോലെ തന്നെ ലെയർ മാഷ്, ഇതെല്ലാം പാടെ കൂടിയിട്ട് ഇതേപോലെ എല്ലാതോ ഒക്കെ നമ്മളിങ്ങനെ ഓരോ സാധനം പാടെ മിക്സ്. ഇതും ഏകദേശം ഒരു കപ്പോളം, ഒരു 3/4 കപ്പോളം രാവിലെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മളെ കോഴികൾക്കും താറാവുകൾക്കും രാവിലെ കൊടുക്കണം കേട്ടോ. അതേ നമ്മളിത് അങ്ങനത്തെ ചട്ടികളൊക്കെ ഉണ്ട് വെച്ചാലേ ഇതിൻ്റെ ഇനാമൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ കളയണ്ട. നമുക്ക് ഇതേപോലെ കൊടുക്കാൻ വെച്ചാൽ നല്ല സുഖമാണ് എടുക്കാനും വെക്കാനും കൊടുക്കാനൊക്കെ. എന്തിനെന്തൊക്കെ നല്ല പരിപാടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വട്ടത്തിൽ പേർക്ക് വെച്ച് കൊടുക്കാനും. ഇപ്പം ഇന്നലെ വെച്ച് കൊടുത്താണ്. അപ്പോൾ ഇവിടുത്തെ തന്നെ ഒരു കേക്കും ഇന്നിപ്പോൾ മാറ്റി വെച്ച് കൊടുക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് എന്തായാലും ഇത് വെച്ചാലും ഒരു കുറച്ച് കളയുമല്ലോ. കളയാതെ തിന്നാന്ന് ഇവർ അത്ര നല്ലവരൊന്നും അല്ലാറില്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ അതിനെന്താണ്ടോ എല്ലാത്തിലും ഇതേപോലെ ഇലകൾ കെട്ടിക്കൊടുക്കും. ഓരോ ദിവസം ഓരോ ഇലകളായിരിക്കും നമ്മൾ കെട്ടിക്കൊടുക്കുക. ഇന്നിപ്പോൾ നമ്മൾ ചീമക്കിഴങ്ങാണ്, മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനത്തിനാണ് ഇപ്പോൾ കെട്ടിക്കൊടുത്തത്. കൂവ, തുളസി, പനിക്കൂർക്ക, പുല്ല്, അങ്ങനെയുള്ള എല്ലാ സാധനവും, പപ്പായ, ഒരുവിധം എല്ലാ ഇലകളും ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കും. ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ അവർ വേണ്ടത് കൊത്തി വലിച്ച് തിന്നോളൂ. അതൊക്കെ നമുക്കിങ്ങനെ കാണും ചെയ്യാം. അതിൻ്റെയൊക്കെ നമ്മൾ പല വീഡിയോസും വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ നിലവിലുള്ള കോഴികൾ ഇപ്പോൾ ഇത്രയാണ് കേട്ടോ. അപ്പോൾ അതിൽ 2, 4, 5 എണ്ണത്തിന് 6 എണ്ണത്തിന് പൂവനാണ്. ഒന്ന് കൂട്ടിലുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ വേറൊരു കല്ലി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ അടപ്പാണത്. ഇവിടെ ഇതേപോലെ
ഒരു 5 എണ്ണത്തിന് എന്നുള്ള ലെവലിൽ 2, 4 അതിൻ്റെ ഉള്ളിൽ ഒന്നുണ്ട്. 5 എണ്ണത്തിന് ഒരെണ്ണം ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിതാ വേറൊരു കള്ളിയുണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ 2, 4 എണ്ണം. 4 ഒരു പൂവന് 5 എണ്ണമാണ്. ഒരെണ്ണം അതിൻ്റെ ഇടയിൽ ഉണ്ടോ, എൻ്റെ ഇടയിലുണ്ട്. ഇതൊന്ന് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് 5 എണ്ണം. 5 ഇതിലാണ് കേട്ടോ. ഇവിടെയാണ് നമ്മളെ പൊരുത്തം വെച്ചുള്ള കോഴി. ഇതിൻ്റെ ഉള്ളിലാണ് ഒരെണ്ണം. അതേപോലെ ഈ ഒരു ഭാഗത്താണ് നമ്മളെ താറാവുകളെ വെച്ചിട്ടുള്ളത്. ഉണ്ടോ? അപ്പോൾ ഇവരൊക്കെ രാവിലത്തെ തീറ്റകളൊക്കെ എടുത്തിട്ട് സെറ്റായിക്കാണ്. ഏകദേശം തീറ്റകളൊക്കെ കഴിഞ്ഞു. ഇവരെ കുളമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഉണ്ടോ? മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചിലവ് കുറയ്ക്കുക, അതേപോലെ തന്നെ പരമാവധി കിട്ടുന്നിടത്തോളം ലാഭം ഉണ്ടാക്കുക എന്ന നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുമാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും വീഡിയോസിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, നമ്മൾ ചക്കര ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജീരകം, കുരുമുളക്, ഉപ്പ് ഒക്കെ പാടെ അതേപോലെ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കലക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മുളക് കേട്ടോ